രാവിലെ നമ്മൾ ഉറങ്ങിയുണരുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും വേഗം അപ്രത്യക്ഷമായി നിൽക്കൂ. എന്തായിരിക്കും സംഭവിക്കുക? സ്കൂളിലെ പുസ്തകങ്ങളില്ല, ഗ്രന്ഥശാലകളിൽ പുസ്തകങ്ങളില്ല, ബഷീറിന്റെ കഥകളില്ല, കുമാരനാശാന്റെ കവിതകളില്ല, ചരിത്ര പുസ്തകങ്ങളില്ല, ശാസ്ത്ര പുസ്തകങ്ങളില്ല. അതിനെപ്പറ്റി ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. പക്ഷേ പണ്ട് വേദകാലത്ത് ശരിക്കും അങ്ങനെയായിരുന്നു. പുസ്തകങ്ങളില്ലായിരുന്നു. ഗുരു പറയുന്നതൊക്കെ ശിഷ്യൻ കേട്ടു പഠിച്ചു. ഗുരു പറഞ്ഞ് അത് മനഃപ്പാഠമാക്കി. ശിഷ്യൻ അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറി. അതൊരു നല്ല ശിഷ്യനായതുകൊണ്ടാണ് അത് അടുത്ത തലമുറകളിലേക്ക് കൈമാറാൻ പറ്റിയത്. അതൊരു നല്ല ശിഷ്യനല്ലായിരുന്നെങ്കിൽ ഗുരുവിന്റെ അറിവ് ഗുരുവിന്റെ കാലശേഷം അവിടെ നഷ്ടപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് കടലാസ് കണ്ടുപിടിച്ചത്. കടലാസ് കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യന് അത് പുസ്തക രൂപത്തിൽ എഴുതി സൂക്ഷിക്കാം. അതിന്റെ ഗുണം എന്തായിരുന്നാൽ ആ പുസ്തക രൂപത്തിൽ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങിയത് മുതൽ അറിവ് കാലത്തെ അതിജീവിക്കാൻ തുടങ്ങി. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. PM പണിക്കരുടെ ജന്മദിനമാണ് ആ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഗ്രന്ഥശാലകൾ വെറും പുസ്തകങ്ങളുടെ കെട്ടിടമല്ല, മറിച്ച് നൂറുകണക്കിന് മഹാന്മാർ നമ്മുടെ മുന്നിൽ പുസ്തക രൂപത്തിൽ നിശബ്ദമായി സംസാരിക്കുന്ന ഒരിടമാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ 4 വരി പറഞ്ഞ് ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നന്ദി, നമസ്കാരം.